ഹലോ എവരി വൺ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കമ്പ്യൂട്ടറിനെ കുറിച്ചാണ്. കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനം എന്താണ്, അതിൻ്റെ ബേസിക് കോമ്പണൻസ്, അതായത് പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു വേർഡാണ്. നമ്മുടെ ഈ കാലഘട്ടത്തിൽ ചെറിയ കുട്ടികൾക്ക് പോലും എന്താണ് കമ്പ്യൂട്ടർ എന്നറിയാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വേൾഡ് എന്ന് പറയുന്നത് തന്നെ കമ്പ്യൂട്ടർ ഇല്ലാതെ പറ്റാത്ത ഒരു സാഹചര്യമാണ്. അപ്പോൾ എന്താണ് ആക്ച്വലി ഈ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്, അതിനെ പറ്റിയാണ് നമ്മളിന്ന് പറയുന്നത്. എങ്ങനെയാണ് കമ്പ്യൂട്ടറിനെ നമുക്ക് നിർവചിക്കാം? ഓക്കെ, കമ്പ്യൂട്ടറിനെ എങ്ങനെ നമുക്ക് നിർവചിക്കാം? കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ it can be defined as a fast electronic device that accepts data, processes it as per stored instructions and produces information as output. Okay, computer can be defined as fast electronic device that accepts data, process it as per stored instructions and produces information as output. ഇവിടെ കുറേ ടേംസ് കാണാം, നിങ്ങൾ അതുമായിട്ട് ഫെമിലിയർ ആവണം കമ്പ്യൂട്ടറിനെ കുറിച്ച് പഠിക്കുമ്പോൾ. അതായത് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ്, അതായത് ഒരു ഇലക്ട്രോണിക് ഉപകരണമാണ്, അതിവേഗത്തിൽ പ്രവർത്തിക്കുന്ന ഫാസ്റ്റ് ഇലക്ട്രോണിക് ഡിവൈസ് ആണെന്ന് തന്നെ നമുക്ക് ഈസി ആയിട്ട് നിർവചിക്കാം. എന്താണ് അതിന്റെ പ്രവർത്തനം, എന്താണ് കമ്പ്യൂട്ടർ ചെയ്യുന്നത്, അതാണ് ഇവിടെ പറഞ്ഞത്. ദാറ്റ് അക്സെപ്റ്റ്സ് ഡാറ്റ, പ്രോസസ് ഇറ്റ് ആസ് പെർ സ്റ്റോർഡ് ഇൻസ്ട്രക്ഷൻ. അത് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഒരു ഡാറ്റ ഇൻപുട്ടായിട്ട് എടുത്തിട്ട് നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് അത് എന്ത് ചെയ്യും, ഇൻഫർമേഷൻ ഔട്ട്പുട്ടായി നൽകുന്നു. അപ്പോൾ എന്താ ഈ ഇൻപുട്ട്, എന്താ ഈ ഔട്ട്പുട്ട്, എന്താണ് ഇൻസ്ട്രക്ഷൻസ്? ഓക്കെ, അതൊക്കെയാണ് നമ്മൾ അറിയേണ്ടത്. ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കമ്പ്യൂട്ടറിലേക്ക്, അതായത് യൂസർ നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുന്ന ഡാറ്റയാണ് ഇൻപുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഡാറ്റ കമ്പ്യൂട്ടർ നമ്മുടെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് പ്രോസസ് ചെയ്യും. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഒരു ഔട്ട്പുട്ട്, ഒരു ഇൻഫർമേഷൻ ആയിട്ട് കിട്ടും. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, കമ്പ്യൂട്ടർ നമുക്ക് നൽകുന്ന ഡാറ്റയാണ് ഔട്ട്പുട്ട്. ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുന്ന സംഭവമാണ്. ഓക്കെ, നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുന്ന ഡാറ്റയാണ് ഇൻപുട്ട്. കമ്പ്യൂട്ടർ അത് പ്രോസസ്സ് ചെയ്ത്, അതായത് പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് നമുക്ക് നൽകുന്നത് ഇൻഫർമേഷൻ ആണ്. ഓക്കെ, എന്താണ് ഡാറ്റ, എന്താണ് ഇൻഫർമേഷൻ? ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഡീറ്റെയിൽസ് ആണ് ഡാറ്റ എന്ന് പറയുന്നത്. തിരിച്ച് കമ്പ്യൂട്ടർ നമുക്ക് നൽകുന്നത് ഇൻഫർമേഷൻ ആണെന്ന് പറയുന്നത്. അപ്പൊ ഈ ഡാറ്റയും ഇൻഫർമേഷനും തമ്മിൽ, ഈ വേർഡ് തമ്മിൽ ശരിക്കും ഡിഫറൻസ് ഉണ്ട്. അതായത് ഡാറ്റ എന്ന് പറയുന്നത് എന്തും ഡാറ്റയാവാം. ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണോ ആവശ്യമുള്ളത്, നമ്മൾ എന്താണ് സെർച്ച് ചെയ്യുന്നത്, ആ കാര്യമാണ് ഇൻഫർമേഷൻ. ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം നിങ്ങളെ ഒരു ക്ലാസ്സിൽ എനിക്ക് ശരിക്കും വേണ്ടത് ഹയസ്റ്റ് മാർക്ക് കിട്ടിയ കുട്ടിയുടെ പേരാണ്. അപ്പോൾ ആ ഒരു ഇൻഫർമേഷൻ ആണ് എനിക്ക് ശരിക്കും വേണ്ടത്. നിങ്ങളുടെ ക്ലാസ്സിലെ ഏറ്റവും ടോപ്പിലുള്ള ഹയസ്റ്റ് മാർക്ക് കിട്ടിയ കുട്ടി ഏതാണ്, ആ ഇൻഫർമേഷൻ ആണ് എനിക്ക് വേണ്ടത്. അത് ശരിക്കും എനിക്ക് വേണ്ട ഒരു ഇൻഫർമേഷൻ ആണ്. പക്ഷെ ആ ഇൻഫർമേഷൻ കിട്ടണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, നിങ്ങളുടെ എല്ലാവരുടെ പേരും നോക്കുന്നുണ്ടാവും. അത് എൻ്റെ കയ്യിൽ ഇപ്പം രജിസ്റ്റർ ഉണ്ടെങ്കിൽ, അറ്റൻഡൻസ് രജിസ്റ്റർ ഉണ്ടെങ്കിലും അവരെ മാർക്ക് മൊത്തം ലിസ്റ്റ് ഉണ്ടെന്ന് ഇരിക്കുക. അപ്പം ഞാൻ എല്ലാവരുടെ പേരും നോക്കി അതിൽ നിന്ന് ഹയസ്റ്റ് മാർക്ക് കിട്ടിയ കുട്ടീനെ എന്ത് ചെയ്യും, നോട്ട് ചെയ്യും. അപ്പോൾ ആ ഹയസ്റ്റ് മാർക്ക് കിട്ടിയ കുട്ടിയാണ് ശരിക്കും എനിക്ക് വേണ്ട ഇൻഫർമേഷൻ. അതിനെയാണ് ഇൻഫർമേഷൻ എന്നറിയാം. പക്ഷെ അത് കിട്ടുന്നത് എന്തിൽ നിന്നാണ്, കുറേ പേരുടെ പേരും മാർക്കും ഒക്കെ നോക്കിയിട്ടാണ്. അപ്പൊ അതൊക്കെ ശരിക്കും എന്താണ്, ഡാറ്റയാണ്. ഓക്കെ, ഇപ്പോൾ ഡാറ്റ എന്ന് പറയുന്നത് എല്ലാം എന്താണ്, ഡാറ്റയാണ്. പക്ഷെ എനിക്ക് എന്താണോ വേണ്ടത്, അതായത് നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ചായിരിക്കും നമുക്ക് എന്താണോ ആവശ്യമുള്ളത്, അതിനെയാണ് എന്ത് പറയുന്നത്, ഇൻഫർമേഷൻ.
അപ്പോൾ ഞാൻ സെർച്ച് ചെയ്യുന്ന ഇൻഫർമേഷൻ ഹയസ്റ്റ് മാർക്ക് കിട്ടിയ ഒരു കുട്ടിയുടേതാണ്. അപ്പോൾ ആ കുട്ടിയുടെ ഡീറ്റെയിൽസ് ആണ് ശരിക്കും എൻ്റെ ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. പക്ഷെ എനിക്ക് കുറച്ച് ഇൻപുട്ടായിട്ട് എന്താ ഒരുപാട് ഡാറ്റാസ് ഉണ്ടാവും. ഓരോ കുട്ടിയുടെ പേരും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരും മാർക്കും എൻ്റെ കയ്യിലുണ്ടാവും. അതൊക്കെ ശരിക്കും എന്താണ് സിമ്പിൾ ആയിട്ട് ഡാറ്റ ആണെന്ന് പറയാം. ഓക്കെ, അതാണ് ഡാറ്റയും ഇൻഫർമേഷനും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഇവിടെ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. അത് ശരിക്കും നമ്മൾ കൊടുക്കുന്ന ഡാറ്റ എടുത്തിട്ട് നമ്മുടെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് എന്ത് ചെയ്യും, പ്രോസസ് ചെയ്യും. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഔട്ട്പുട്ട് നൽകും. ആ ഔട്ട്പുട്ട് എന്ന് പറയാൻ നമുക്ക് വേണ്ട ഇൻഫർമേഷൻ ആണ്. ഓക്കെ, നമ്മളെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ആ ഇൻഫർമേഷൻ നമുക്ക് കിട്ടും. അപ്പോൾ ഔട്ട്പുട്ട് എന്താണ്, ഇൻഫർമേഷൻ ആണ് കമ്പ്യൂട്ടർ നൽകുന്നത്. പക്ഷെ ഇൻപുട്ട് എന്താണ്, നമ്മൾ കൊടുക്കുന്നതാണ്. കുറെ ഇൻപുട്ട് നമ്മൾ എന്ത് ചെയ്യും, കൊടുക്കും. നമുക്ക് കളക്ട് ചെയ്തിട്ട് മൊത്തം ഡാറ്റ ഇതാണ്, അതിൽ നിന്ന് നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടുന്നതാണ്. ഓക്കെ, വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിപ്പം ഒരു കമ്പ്യൂട്ടറിലേക്ക് എനിക്ക് കാണേണ്ടത് എല്ലാവരുടെ മാർക്കും ഞാൻ എൻ്റർ ചെയ്തു. ഓരോ മാർക്കും എന്താണ്, ഡാറ്റയാണ്. അതാണ് കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുന്ന ഇൻപുട്ട്. ഓക്കെ, ഡാറ്റ. അപ്പോൾ കമ്പ്യൂട്ടർ എന്ത് ചെയ്യും, അതൊക്കെ ചെയ്തിട്ട് എനിക്ക് മൊത്തം നിങ്ങളുടെ ക്ലാസ്സിന്റെ ആവറേജ് കാണണം, മൊത്തം എല്ലാവരും മാർക്കും വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് വേണ്ട ഇൻഫർമേഷൻ എന്താണ്, ആവറേജ് ആണ്. അപ്പോൾ കമ്പ്യൂട്ടർ ആവറേജ് കാണേണ്ട എന്തൊക്കെയാണ് ആവറേജിന്റെ പ്രോസസ്സ്, അതായത് ടോട്ടൽ മാർക്ക് വെച്ചിട്ട് അതിനെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ ആവറേജ് കാണുക, ടോട്ടൽ ബൈ നമ്പർ. അപ്പം അത് വെച്ചിട്ട് ആ കാൽക്കുലേഷൻ ചെയ്തിട്ട് എനിക്ക് എന്ത് കിട്ടും, ആവറേജ് കിട്ടും. അതാണ് എന്ത് കമ്പ്യൂട്ടർ നൽകുന്ന ഔട്ട്പുട്ട് അഥവാ ആ ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ നമുക്ക് ജസ്റ്റ് കമ്പ്യൂട്ടർ എന്താന്ന് ചോദിച്ചാൽ കമ്പ്യൂട്ടർ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ ഫാസ്റ്റ് ഇലക്ട്രോണിക് ഡിവൈസ് ദാറ്റ് അക്സെപ്റ്റ് ഡാറ്റ, പ്രോസസ് ഇറ്റ് ആസ് പെർ സ്റ്റോർഡ് ഇൻസ്ട്രക്ഷൻ. സ്റ്റോർഡ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞാൽ നിർദ്ദേശങ്ങൾക്കനുസരിച്ച്, നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച്, അത് അവിടെ കമ്പ്യൂട്ടർ ഏതാണ് പ്രോസസ്സ് ചെയ്യേണ്ടത്, ഏതൊക്കെ നിർദ്ദേശം അനുസരിച്ച് അതിങ്ങനെ ചെയ്യും. ഇപ്പൊ എവറേജ് കാണുവാണെങ്കിൽ അതിന് കുറെ സ്റ്റെപ്പ് ഉണ്ടല്ലോ, അതാണ് ആ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, എന്നിട്ട് തിരിച്ചെന്ത് ചെയ്യും, പ്രൊഡ്യൂസേഴ്സ് ഇൻഫർമേഷൻ ആസ് ഔട്ട്പുട്ട്. അപ്പോൾ ഈ കമ്പ്യൂട്ടറിന് പ്രധാനമായും രണ്ട് ഘടകങ്ങളാണുള്ളത്. അതാണ് നെക്സ്റ്റ് പോയിന്റ്. കമ്പ്യൂട്ടർ ഹാസ് മേജർ ടു കോമ്പണൻസ്, ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ. അപ്പൊ ഇത് ഓർത്തേക്ക്, കമ്പ്യൂട്ടറിന്റെ രണ്ട് കോമ്പണൻസ് ഏതൊക്കെയാണ്, ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും. ഇത് നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള രണ്ട് ടേം ആണ്. അപ്പോൾ ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കാണാനും സ്പർശിക്കാനും പറ്റുന്ന കമ്പ്യൂട്ടറിന്റെ ഭാഗങ്ങളാണ് ഹാർഡ്വെയർ. ഓക്കെ, അപ്പോൾ ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ അതിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്, കാണാനും സ്പർശിക്കാനും പറ്റുന്ന കമ്പ്യൂട്ടറിന്റെ പാർട്സ് ഏതാണ്, മൗസ്, കീബോർഡ്, അതൊക്കെ. ഓക്കെ, കാണാനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടച്ച് ചെയ്യാനും പറ്റുന്ന പാർട്സ് ആണ്. അപ്പോൾ ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ ഓൾ ഫിസിക്കൽ കോമ്പണൻസ് അസോസിയേറ്റഡ് വിത്ത് എ കമ്പ്യൂട്ടർ സിസ്റ്റം. ഫിസിക്കൽ ആണ്, അത് വിസിബിൾ പാർട്സ് ആണെന്ന് പറയാം. നമുക്ക് കാണാനും സ്പർശിക്കാനും പറ്റുന്ന കമ്പ്യൂട്ടറിന്റെ ഇലക്ട്രിക്കൽ പാർട്സ്, ഇലക്ട്രോ മെക്കാനിക്കൽ പാർട്സ് ആണ് ഹാർഡ്വെയർ എന്ന് പറയുന്നത്. അപ്പോൾ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് എന്താണ്, സോഫ്റ്റ്വെയർ മീൻസ് എ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഫോർ ദി ഹാർഡ്വെയർ ടു പെർഫോം എ സ്പെസിഫിക് ടാസ്ക്. ഓക്കെ, അപ്പോൾ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാനോ സ്പർശിക്കാനോ പറ്റില്ല. അത് എന്താണ്, ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്, അത് ഒരു സെറ്റ് ഓഫ് നിർദ്ദേശങ്ങളാണ്. കമ്പ്യൂട്ടർ എന്താണ് ചെയ്യേണ്ടത്, ഈ ഔട്ട്പുട്ട് കിട്ടാൻ കമ്പ്യൂട്ടർ എന്തൊക്കെ ചെയ്യണം എന്നത് അതിനൊരു ഐഡിയ ഉണ്ടാവില്ലേ കൊടുക്കുന്നത്, ആ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ് എന്ത്, സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് വെച്ചിട്ടാണ് ഈ ഹാർഡ്വെയർ എന്ത് ചെയ്യുന്നത്, നമ്മളെ ഒരു ടാസ്ക് എന്താണോ നമുക്ക് ചെയ്യേണ്ടത് അത് പെർഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സോഫ്റ്റ്വെയർ നമുക്ക് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജോ അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ആയിരിക്കും സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹാർഡ്വെയർ ഈ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് വെച്ചിട്ട് ഒരു സ്പെസിഫിക് ടാസ്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താ, ഈ സോഫ്റ്റ്വെയർ നമ്മളിപ്പോൾ ഏവറേജ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക, ആ ഒരു പ്രോഗ്രാം എഴുതി കൊടുത്തു. അപ്പോൾ കമ്പ്യൂട്ടർ അത് വെച്ചിട്ട് ആ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് വെച്ചിട്ട് ഹാർഡ്വെയറും കൂടി ഒരുമിച്ച് പ്രവർത്തിച്ചാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ ഏവറേജ് കിട്ടുന്ന ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നത്. അങ്ങനെയാണ് നമ്മൾ ഈ ഏവറേജ് കാൽക്കുലേഷൻ എന്ന് പറയുന്ന ഒരു സ്പെസിഫിക് ടാസ്ക് ചെയ്യുന്നത്. ഓക്കെ, ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് നിങ്ങൾക്കൊക്കെ ഫെമിലിയർ ആണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം, വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒക്കെ, ഇതൊക്കെ ഒരു സോഫ്റ്റ്വെയർ ആണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം സിസ്റ്റം സോഫ്റ്റ്വെയറിന് ഒരു എക്സാമ്പിൾ ആണ്. ഓക്കെ, അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നില്ല, കമ്പ്യൂട്ടർ എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ത് ചെയ്യുന്നത്, ലോഡായി വരുന്നത്. അപ്പോൾ കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്, കമ്പ്യൂട്ടർ സ്റ്റാർട്ടിങ്
വേണ്ടിയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതിന്റെ റോമിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, ഈ റോമിൽ. അപ്പോൾ ഈ അത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, കമ്പ്യൂട്ടർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓപ്പറേഷൻസ് ഒക്കെ. അപ്പോൾ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാനും സ്പർശിക്കാനൊന്നും കഴിയാൻ പറ്റില്ല. അതൊരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ്. ഹാർഡ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ഫിസിക്കൽ കോമ്പണൻസ് അസോസിയേറ്റ് വിത്ത് എ കമ്പ്യൂട്ടർ സിസ്റ്റം ആണ്. അപ്പോൾ ഇത്രയും ഓർത്ത് വയ്ക്കുക. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ശരിക്കും പഠിക്കുന്നത് ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് അതാണ് ശരിക്കും പറയുന്നത്. അത് ഈ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ഒക്കെ ചേർന്നിട്ട് എങ്ങനെയാണ് ഒരു ചുമതല, കമ്പ്യൂട്ടറിന്റെ ഒരു സ്പെസിഫൈഡ് ടാസ്ക് അത് നിർവഹിക്കുന്നത്. അത് നിർവഹിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ അതിന്റെ ഉള്ളിൽ നടക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മളെ റിയൽ ലൈഫ് സിറ്റുവേഷനിൽ ഏതൊരു പ്രശ്നം പരിഹരിക്കാനും നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കും. അതായത് ഏതെങ്കിലും ഒരു പ്രശ്നം പരിഹരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, കമ്പ്യൂട്ടർ ഉപയോഗിക്കാം. അപ്പോൾ വിവരങ്ങൾ ആദ്യം നമ്മൾ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, അതിന് ആവശ്യമായ ഡാറ്റ നമ്മൾ ആദ്യം കളക്ട് ചെയ്യണം, വിവരങ്ങൾ എന്താണെന്ന്. ഓക്കെ, എന്നിട്ട് ആ ഡാറ്റ പ്രോസസ്സ് ചെയ്തതിന് ശേഷമാണ് കമ്പ്യൂട്ടർ നമുക്ക് എന്ത് ചെയ്യുന്നത്, ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. നേരത്തെ പറഞ്ഞ ആവറേജിന്റെ എക്സാമ്പിൾ, ആദ്യം നമ്മൾ എൻ്റെ എല്ലാവരും മാർക്കും ഞാൻ എന്ത് ചെയ്യും, കളക്ട് ചെയ്യുമല്ലോ. അതിനുശേഷമാണ് ആവറേജ് കാണേണ്ട പ്രതലം കമ്പ്യൂട്ടർ ചെയ്തിട്ട് എനിക്ക് എന്ത് ചെയ്യാം, ഒരു ക്ലാസ്സിന്റെ ആവറേജ് മാർക്ക് എത്രയാണെന്ന് നൽകുക. അപ്പൊ എൻ്റെ കയ്യിൽ ഓൾറെഡി ഇൻപുട്ടായിട്ട് കൊടുക്കാൻ എന്ത് ചെയ്തിട്ടുണ്ടാവും, കുറെ ഡാറ്റ ഉണ്ടാവും. അപ്പൊ ഞാൻ ആദ്യം എന്ത് ചെയ്തിട്ടുണ്ടാവും, ഡാറ്റേനെ കളക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു ഡാറ്റ പ്രോസസ്സിംഗ് ആണ് ആദ്യത്തെ സ്റ്റെപ്പ് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് ഡാറ്റ പ്രോസസ്സിംഗ് ആയിരിക്കും. അപ്പൊ ഇവിടെ ഡാറ്റ പ്രോസസ്സിംഗ് എന്താണെന്നാണ് പറയുന്നത്. അപ്പോൾ ഡാറ്റ പ്രോസസ്സിംഗ് ആണ് ആദ്യ ഘട്ടം. ഈ ഡാറ്റ പ്രോസസ്സിംഗിൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് റിഫേഴ്സ് ടു ദ ഓപ്പറേഷൻസ് ഓർ ആക്ടിവിറ്റീസ് പെർഫോംഡ് ഓൺ ഡാറ്റ ടു ജനറേറ്റ് ഇൻഫർമേഷൻ. ഓക്കെ, അപ്പോൾ ഡാറ്റയിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് ഇൻഫർമേഷൻ ജനറേറ്റ് ചെയ്യുന്നത്, ആ സ്റ്റെപ്സ് മൊത്തം, അതിന് വേണ്ടിയിട്ടുള്ള ഓപ്പറേഷൻസ് എന്തൊക്കെയാണ്, അതാണ് ശരിക്കും ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഡാറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പ്യൂട്ടറിന് ഇൻപുട്ട് ആയി കൊടുക്കുന്ന ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ അതിൽ നിന്ന് കമ്പ്യൂട്ടർ എങ്ങനെയാണ് നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻ തരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഡാറ്റയിൽ നിന്ന് ഇൻഫർമേഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ പ്രോസസ്സിംഗ് ഉണ്ട്, എന്തൊക്കെ ആക്ടിവിറ്റീസ് അതിൽ ഇൻക്ലൂഡ് ആണ് എന്നതാണ് ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഡാറ്റ പ്രോസസ്സിംഗ് ആണ് ഒരു കമ്പ്യൂട്ടർ പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ ഘട്ടം. ഓക്കെ, അപ്പോൾ ഈ ഡാറ്റ പ്രോസസ്സിംഗ് നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റയൊക്കെ ശരിക്കും ഒരു ഡോക്യുമെന്റ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. ഓക്കെ, ഏതെങ്കിലും ഒരു ഫയൽ ഏതിലെങ്കിലും ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കും, എന്തൊക്കെ ഡാറ്റ നമ്മൾ ഇൻപുട്ട് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനെയാണ് സോഴ്സ് ഡോക്യുമെന്റ് എന്ന് പറയുന്നത്. ഈ ടേംസ് ഒക്കെ നമ്മൾ നെക്സ്റ്റ് ചാപ്റ്റേഴ്സ് ഒക്കെ പഠിക്കുമ്പോൾ ഫെമിലിയർ ആയിട്ടുള്ള വേർഡ് ആണ്. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കണം സോഴ്സ് ഡോക്യുമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സോഴ്സ് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് എന്താണ് കൊടുത്തത്. അപ്പോൾ ആ സോഴ്സ് ഡോക്യുമെന്റിൽ നമ്മൾ ഓൾറെഡി എന്തൊക്കെ ഡാറ്റ കൊടുക്കണം എന്നത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, സോഴ്സ് ഡോക്യുമെന്റ് എന്ന് പറയും അതിനാ. അപ്പോൾ അതിലാണ് നമ്മൾ ശേഖരിച്ച എല്ലാ ഡാറ്റയും എവിടെ നോട്ട് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഈ സോഴ്സ് ഡോക്യുമെന്റിനെ നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഔട്ട്പുട്ട് ഇൻഫർമേഷൻ കിട്ടും. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ഡാറ്റ എന്തുമാവാം, നമ്പർ ആവാം, ടെക്സ്റ്റ് ആവാം, ഇനിയിപ്പോൾ നിങ്ങൾ വീഡിയോ വേണമെങ്കിൽ വീഡിയോസ് ആവാം, ഇമേജസ് ആവാം. അതാണ് ഇവിടെ പറയുന്നത്. ഡാറ്റ ഡിനോട്ട്സ് റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് സച്ച് ആസ് നമ്പർ, ടെക്സ്റ്റ് ദാറ്റ് ക്യാൻ ബി മാനിപ്പുലേറ്റഡ്. അപ്പോൾ ഡാറ്റ എന്ന് പറയുന്നത് റോ ഫാക്ട്സ് ആണ്, ഏതെങ്കിലും ഡീറ്റെയിൽസ് ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു ഡാറ്റയും ഇൻഫർമേഷനും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ ഡാറ്റ എന്ന് പറയുന്നത് ഒരു ഫാക്ട്സ്, അത് നമ്പർ ആവാം, ഇപ്പോൾ ടെക്സ്റ്റ് ആവാം, ഇമേജസ് ആവാം. ഇപ്പം നമ്മൾ മാർക്കാണ് കുറേ ഡാറ്റ ഇൻപുട്ട്സ് ആയിട്ട് കൊടുക്കുന്നെങ്കിൽ ആ ഓരോ മാർക്കും എന്താണ്, ഓരോ ഡാറ്റയാണ്. അതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് ആവറേജ് എന്ന് പറയുന്നത് എനിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഡാറ്റയിൽ കുറേ ഓപ്പറേഷൻസ് നടത്തിയിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഇൻഫർമേഷൻ കിട്ടുന്നത്. അപ്പോൾ ഇൻഫർമേഷൻ ഈസ് എ, ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡെഫിനേഷൻ, ഇൻഫർമേഷൻ ഈസ് എ മീനിങ്ഫുൾ ഓർ പ്രോസസ്ഡ് ഡാറ്റ. നമുക്ക് കിട്ടിയ ഡാറ്റയിൽ പ്രോസസ്സ് ചെയ്തപ്പോൾ കിട്ടിയതാണ് information. So, information is a meaningful or processed data
but data denotes raw facts and figures that can be manipulated. Okay. അപ്പോൾ ഡാറ്റയിൽ കുറെ മാനിപ്പുലേഷൻസ് ചെയ്ത് നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ കുറെ ഡിസിഷൻസ് എടുത്തിട്ടാണ്, അതായത് ഈ ഇൻഫർമേഷൻ കിട്ടണമെങ്കിൽ അതിനായിട്ട് കുറെ ഡിസിഷൻസ് നമ്മൾ എടുത്തിട്ടുണ്ടാവും, എന്തൊക്കെ ഓപ്പറേഷൻസ് നടത്തണം. ഇതൊക്കെയാണ് ഡാറ്റ പ്രോസസ്സിംഗിൽ വരുന്നത്. ഓക്കെ, എങ്ങനെ ഒരു ഡാറ്റയിൽ നിന്ന് നമുക്ക് ഇൻഫർമേഷൻ ആയിട്ട് ഔട്ട്പുട്ട് കിട്ടുന്നു. അപ്പൊ ഈ ഡാറ്റ പ്രോസസ്സിംഗിൽ 6 സ്റ്റേജസ് ആണ് ഇൻവോൾവ് ചെയ്യുന്നത്. ഡാറ്റ പ്രോസസ്സിംഗിലെ 6 സ്റ്റേജസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ക്യാപ്ചറിംഗ് ഡാറ്റ, സെക്കൻഡ് വൺ ഇൻപുട്ട് ഓഫ് ഡാറ്റ, തേർഡ് വൺ സ്റ്റോറേജ് ഓഫ് ഡാറ്റ, ഫോർത്ത് വൺ പ്രോസസ്സിംഗ് ഓർ മാനിപ്പുലേറ്റിംഗ് ഡാറ്റ, ഫിഫ്ത്ത് വൺ ഔട്ട്പുട്ട് ഓഫ് ഇൻഫർമേഷൻ, സിക്സ്ത് വൺ ഡിസ്ട്രിബ്യൂഷൻ. ഇവിടെ ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്, അതൊരു ഡാറ്റ പ്രോസസ്സിംഗിന്റെ സ്റ്റേജസിനെയാണ് കാണിക്കുന്നത്. നിങ്ങൾ ജസ്റ്റ് എറോ നോക്കുക, ഏത് ഡയറക്ഷനിലാണ് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് കമ്പ്യൂട്ടറിന്റെ ഉള്ളിൽ നടക്കുന്നത്. അതായത് നമ്മൾ കൊടുത്ത ഡാറ്റയിൽ നിന്ന് ഔട്ട്പുട്ടായിട്ട് ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഉള്ളിൽ നടക്കുന്ന മൊത്തം ആക്ടിവിറ്റീസിനെയാണ് അഥവാ ഓപ്പറേഷൻസിനെയാണ് ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിന്റെ ഓരോരോ സ്റ്റെപ്സ് ആണ്. ടോട്ടൽ 6 സ്റ്റെപ്സിലൂടെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഔട്ട്പുട്ട് കിട്ടിയിട്ട് നമ്മൾ ആ ഔട്ട്പുട്ടിനെ എന്ത് ചെയ്യുന്നത്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇവിടുത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് ക്യാപ്ചറിങ് ഡാറ്റ. ഓക്കെ, ഡാറ്റ ക്യാപ്ചറിങ്. ഡാറ്റ നമുക്ക് ഓൾറെഡി നമ്മൾ കൊടുക്കേണ്ട ഡാറ്റ, ഇൻപുട്ടായിട്ട് കൊടുക്കേണ്ട ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യും. ആ കളക്ട് ചെയ്ത ഡാറ്റയാണ് ഞാൻ പറയുന്നത് സോഴ്സ് ഡോക്യുമെന്റ് എന്ന് പറയുന്നത്, രേഖപ്പെടുത്തിയത് സോഴ്സ് ഡോക്യുമെന്റ്. അപ്പോൾ ഈ ഡാറ്റ ക്യാപ്ചറിങ് നമ്മൾ ഇൻപുട്ടിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും, കമ്പ്യൂട്ടറിലേക്ക് ഇൻപുട്ടായിട്ട് എന്ത് ചെയ്യും, കൊടുക്കും. അതിനുശേഷം ഈ ഇൻപുട്ട് ചില സമയത്ത് ഡയറക്റ്റ് എവിടെയെങ്കിലും കമ്പ്യൂട്ടറിലേക്ക് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നേരിട്ട് ഡയറക്റ്റ് തന്നെ പ്രോസസ്സ് ചെയ്യാനും ഉപയോഗിക്കാം. ഓക്കെ, നമ്മൾ കിട്ടിയ ഇൻപുട്ട് എന്ത് ചെയ്യാൻ പറ്റും, കമ്പ്യൂട്ടറിന്റെ മെമ്മറിയിലോ എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കും. അതാണ് ഇവിടെ സ്റ്റോറേജ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഡയറക്ഷൻസ് കൊടുത്തില്ലേ, അത് ഇവിടെ പ്രോസസ്സിംഗ്. അല്ലെങ്കിൽ നേരെ സ്റ്റോർ ചെയ്യാതെ നമുക്ക് എന്ത് ചെയ്യാം, ആ ഇൻപുട്ടിലെ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാം. ഇപ്പം അഡിഷൻ ആണ് നടത്തണ്ടെങ്കിൽ, സോർട്ടിങ് ഓപ്പറേഷൻ ആണ് നടത്തണ്ടെങ്കിൽ, അല്ലെ കമ്പയർ ചെയ്യാൻ വേണ്ടെങ്കിൽ, ഓക്കെ, ആ പ്രോസസ്സിംഗ് ഒക്കെ നടത്തുന്ന സ്റ്റെപ്പാണ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. അതിനുശേഷം നമുക്ക് ഇവിടെ ഔട്ട്പുട്ട് കിട്ടി, നമുക്ക് വേണ്ട ഇൻഫർമേഷൻ കിട്ടി. അത് നമ്മൾ എന്ത് ചെയ്യും, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഉള്ളതെങ്കിൽ ഈ പ്രോസസ്സിംഗ് നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഡാറ്റ ക്യാപ്ചറിങ് വീണ്ടും ചെയ്യും, ഇൻപുട്ട്, പ്രോസസ്സിംഗ്, ഔട്ട്പുട്ട്, ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഇത്രയും സ്റ്റെപ്സ് ആണ് നടക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് സ്റ്റേജ് ഡാറ്റ ക്യാപ്ചറിങ്. ഡാറ്റ ക്യാപ്ചറിങ് എന്ന് പറഞ്ഞാൽ ഡാറ്റനെ എന്ത് ചെയ്യുക, ശേഖരിക്കുക. നമ്മൾ ആദ്യം ഒരു അനാലിസിസ് നടത്തുമല്ലോ, ഏതൊക്കെ ഡാറ്റയാണ് ഇൻപുട്ട് കൊടുക്കേണ്ടത്, അതാണ് ഡാറ്റ ക്യാപ്ചറിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഡാറ്റ ക്യാപ്ചറിങ് ഞാൻ ഓൾറെഡി പറഞ്ഞ സോഴ്സ് ഡോക്യുമെന്റ് എന്താണെന്ന് പറയുന്നത്. അപ്പോൾ ആ സോഴ്സ് ഡോക്യുമെന്റിലാണ് നമ്മൾ ഡാറ്റനെ മൊത്തം കളക്ട് ചെയ്യുക, ഏതെങ്കിലും ഒരു ഫോർമാറ്റിൽ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, ആ ഡോക്യുമെന്റ് നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കും. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഡാറ്റ ക്യാപ്ചറിങ് എന്ന് പറയുന്നത് ദിസ് ഇസ് ദ ഫസ്റ്റ് സ്റ്റേജ് ഇൻ ഡാറ്റ പ്രോസസ്സിംഗ്. ഹിയർ പ്രൊഫോർമ നോൺ ആസ് സോഴ്സ് ഡോക്യുമെന്റ്സ് or the source document is designed to collect data in proper order and format. This document is used for data collection. അപ്പോൾ ഡാറ്റ കളക്ഷൻ ചെയ്ത് നമ്മൾ സോഴ്സ് ഡോക്യുമെന്റ് ഉണ്ടാക്കി. അത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, ഇൻപുട്ട് ആയിട്ട് കമ്പ്യൂട്ടറിന് കൊടുക്കും. അപ്പോൾ ഇൻപുട്ട് എന്ന് പറയുന്നതിൽ എന്താ, ഈ സോഴ്സ് ഡോക്യുമെന്റിലുള്ള ഡാറ്റേനെ നമ്മൾ എന്ത് ചെയ്യും, കമ്പ്യൂട്ടറിന് ഇൻപുട്ട് ആയിട്ട് കൊടുക്കും. ഓക്കെ, ഒന്നിക്കൽ ഡയറക്റ്റ് ആയിട്ട് ഇൻപുട്ട് ആയിട്ട് കൊടുക്കും. അതിനുശേഷം ഈ ഡാറ്റ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ സ്റ്റോർ ചെയ്തേക്കാൻ ചെയ്യാം, കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യാം. കാരണം പിന്നെയാണ് നമുക്ക് പ്രോസസ്സിംഗ് നടത്തേണ്ടതെങ്കിൽ, ഇപ്പൊ നമ്മൾ പ്രോസസ്സിംഗ് നടത്തുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കമ്പ്യൂട്ടറിന്റെ സ്റ്റോറേജ് ഏരിയ മെമ്മറിയിലേക്ക് അത് സ്റ്റോർ ചെയ്ത് വേണേ വെക്കാം. അതാണ് ഇവിടെ എറോ വെച്ചിട്ട് സ്റ്റോറേജ് എന്ന് പറഞ്ഞ് കൊടുത്തത്. അല്ലെങ്കിൽ അപ്പൊ തന്നെ കാൽക്കുലേഷൻ നടത്തുവാണെങ്കിൽ, പ്രോസസ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഇൻപുട്ട് കൊടുത്തിട്ട് ഇവിടെ പ്രോസസ്സിംഗ് നടത്താം. ഇവിടെ എറോ കണ്ടോ, പ്രോസസ്സിംഗ് നടത്താം. അപ്പോൾ ഇൻപുട്ട് എന്ന് പറഞ്ഞാല് in this stage data collected through the source document is fed to the computer for processing. ഡാറ്റ പ്രോസസ്സിംഗിൽ
എന്താണ് നടക്കുന്നത്? അപ്പോൾ ഇവിടെ വേറെ സ്റ്റോറേജും വരുന്നുണ്ട്, പ്രോസസ്സിങ്ങും വരുന്നുണ്ട്. അപ്പോൾ ഇതിലെ സ്റ്റോറേജിലാണ് നമ്മൾ പറയുന്നത് ഇൻപുട്ട് ഡാറ്റ ആർ സ്റ്റോർഡ് ഇൻ ദ ഡാറ്റ പ്രോസസ്സിംഗ്. ഇൻപുട്ട് ഡാറ്റ ആർ സ്റ്റോർഡ് ബിഫോർ പ്രോസസ്സിംഗ്. The information obtained after processing may also be stored. അപ്പോൾ ഈ സ്റ്റോറേജ് ഏരിയയുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻപുട്ട് ഡാറ്റ പ്രോസസ്സ് ചെയ്യുന്നതിന് മുമ്പ് വേണമെങ്കിൽ കമ്പ്യൂട്ടറിന്റെ മെമ്മറിയിൽ അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാം. അതാണ് സ്റ്റോറേജ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കിട്ടിയ ഔട്ട്പുട്ട് ആ സമയത്ത് വേണ്ടെങ്കിൽ ഫ്യൂച്ചറിലേക്ക് നമുക്ക് വീണ്ടും ഉപയോഗിക്കണമെങ്കിൽ, വീണ്ടും ഫ്യൂച്ചർ ആവശ്യമായിട്ട് വരുന്ന സമയത്താണെങ്കിൽ ആ ഔട്ട്പുട്ട് നമുക്ക് ഈ സ്റ്റോറേജ് ഏരിയയിൽ എന്ത് ചെയ്യാം? സ്റ്റോർ ചെയ്ത് വെക്കാം. ഓക്കെ, അതുകൊണ്ടാണ് ഇൻപുട്ടിൽ നിന്നും ഔട്ട്പുട്ടിൽ നിന്നും ഒരു ഏറോ കണ്ടില്ലേ സ്റ്റോറേജിലേക്ക്. നമ്മൾ കൊടുത്ത ഇൻപുട്ട് ഡാറ്റയും നമുക്ക് കമ്പ്യൂട്ടറിന്റെ മെമ്മറിയിൽ അങ്ങനെ സ്റ്റോർ ചെയ്യാം, കിട്ടിയ ഔട്ട്പുട്ടും എന്ത് ചെയ്യാം? കമ്പ്യൂട്ടറിന്റെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാം. ഇനി ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഔട്ട്പുട്ട് എടുത്ത് ഡിസ്ട്രിബ്യൂഷനിലേക്ക് കൊടുക്കാം, സ്റ്റോർ ചെയ്യണമെന്നില്ല. ഓക്കെ, അങ്ങനെ ഒരു സ്റ്റെപ്പും കൂടിയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഈ പ്രോസസ്സിംഗ് എന്ന് പറയുന്ന ഓപ്പറേഷൻസിൽ എന്തൊക്കെയാണ് നടക്കുക? പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് പ്രോസസ്സിംഗ് ആൻഡ് മാനിപ്പുലേഷൻ നടക്കുന്നത്. പ്രോസസ്സിംഗ് ആൻഡ് മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത ഇൻപുട്ട് ഡാറ്റയിൽ നിന്ന് കുറെ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യും. ഓക്കെ, ആ പ്രോസസ്സിംഗ് ഓപ്പറേഷൻസ് ഏതുമാവാം. അതായത് നേരത്തെ എവറേജ് ആണെങ്കിൽ എവറേജ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാം. ഇനിയിപ്പോൾ സോർട്ടിംഗ് ആണ് നടക്കുന്നതെങ്കിൽ നമ്മൾക്ക് ജസ്റ്റ് കമ്പയർ ചെയ്യും ഏതാണ് വലുത് ചെറുത് നോക്കാം. ഓക്കെ, അപ്പോൾ ആ ഓപ്പറേഷൻസ് ആവാം. ജസ്റ്റ് ഇപ്പോൾ 2 നമ്പേഴ്സ് ഇൻപുട്ട് കൊടുത്തിട്ട് അതിൽ ഇപ്പം ഞാൻ 5ഉം 6ഉം കൊടുത്തിട്ട് ഏത് നമ്പറാണ് ഗ്രേറ്റർ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ കമ്പാരിസൺ ഓപ്പറേഷൻ ആണ് നടക്കുക. അപ്പോൾ പ്രോസസ്സിംഗിൽ എന്ത് ചെയ്യാം? കമ്പാരിസൺ ഓപ്പറേഷൻ ആവാം. അപ്പോൾ ആ ഓപ്പറേഷൻസ് ആണ് ഈ പ്രോസസ്സിംഗ് എന്ന് പറയുന്ന സ്റ്റെപ്പ്. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സാമ്പിൾ ഓപ്പറേഷൻ ലൈക്ക് കാൽക്കുലേഷൻ, ഏത് കാൽക്കുലേഷൻ, ക്ലാസിഫിക്കേഷൻ, കമ്പാരിസൺ, സോർട്ടിംഗ് എന്നുള്ള ഓപ്പറേഷൻസ് ആണ് പ്രോസസ്സിംഗിൽ വരുന്നത്. അതായത് അതൊക്കെ ചെയ്യുന്നത് കമ്പ്യൂട്ടറിന്റെ ഓരോ പാർട്സ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അരിത്തമാറ്റിക് ലോജിക് യൂണിറ്റിന്റെ ഫംഗ്ഷൻ ഒക്കെ, ALU എന്താണ്, പ്രോസസ്സർ എന്താണ് ചെയ്യുന്നതെന്നൊക്കെ. അപ്പോൾ അരിത്തമാറ്റിക് ലോജിക് യൂണിറ്റ് ആണ് ഈ ലോജിക്കൽ ഫംഗ്ഷനും അരിത്തമാറ്റിക് ഫംഗ്ഷൻ, അഡിഷൻ അങ്ങനെയുള്ള ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യാൻ കമ്പ്യൂട്ടറിനെ സഹായിക്കുന്നത്. ഓക്കെ, ഇവിടെ ജസ്റ്റ് നമ്മൾ ഇതിന്റെ സ്റ്റേജസ് ആണ് ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും സ്റ്റേജസ് ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ പ്രോസസ്സ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം? നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ കിട്ടും. അത് നമുക്ക് വേണമെങ്കിൽ കമ്പ്യൂട്ടറിന്റെ സ്റ്റോറേജ് ഏരിയയിൽ സ്റ്റോർ ചെയ്യാം, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞ സ്റ്റെപ്പിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ഓക്കെ, യൂസേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ജസ്റ്റ് പറഞ്ഞത് എന്താണ് കമ്പ്യൂട്ടർ, ഈ കമ്പ്യൂട്ടറിന്റെ എന്താണ് ഈ ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുന്ന ആദ്യ ഘട്ടത്തിൽ നടക്കുന്ന ഓരോ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന്. അപ്പോൾ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാസ്റ്റ് ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. ഓക്കെ, ആ ഫാസ്റ്റ് ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. അത് നമ്മൾ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? ഒരു ഔട്ട്പുട്ട് ഇൻഫർമേഷൻ കിട്ടും. അപ്പോൾ ആ ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെ ബേസ് ചെയ്തിട്ടാണ് ഇൻപുട്ടിൽ നിന്ന് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പോൾ ഈ ഇൻപുട്ടിൽ നിന്ന് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുന്നതിനെയാണ് ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുന്ന ആ ഘട്ടം, ആ സ്റ്റെപ്പ് വരുന്നത്. അപ്പോൾ ആ ഡാറ്റ പ്രോസസ്സിംഗിലെ 6 സ്റ്റെപ്സ് ഏതൊക്കെയാണ് ഇൻവോൾവ് ചെയ്തതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ജസ്റ്റ് ഡിസ്കസ് ചെയ്തത്. ഫസ്റ്റ് സ്റ്റെപ്പ് ഡാറ്റ ക്യാപ്ചറിങ്, സെക്കൻഡ് ഇൻപുട്ട്, പിന്നെ സ്റ്റോറേജ്, പ്രോസസ്സിംഗ്, ഔട്ട്പുട്ട്, ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ജസ്റ്റ് നമ്മൾ എന്തൊക്കെയാണ് ഡിഫറൻസ് നമ്മൾ ഓർത്ത് വയ്ക്കണം. ഡാറ്റ എന്ന് പറയുന്നതും ഇൻഫർമേഷൻ എന്ന് പറയുന്നതും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, നമ്മൾ കളക്ട് ചെയ്തെടുക്കുന്ന ആ ഡീറ്റെയിൽസ് ആണ് ഡാറ്റ എന്ന് പറയുന്നത്. ഏതൊരു റോ ഫാക്ട്സും ആവാം, റോ ഫാക്ട്സ്. ഓക്കെ, ഓർ റെക്കോർഡഡ് ഫാക്ട്സ് ദാറ്റ് ക്യാൻ ബി ഇമേജ്, നമ്പർ, ടെക്സ്റ്റ്, എനിത്തിങ്. ഓക്കെ, ഇൻഫർമേഷൻ എന്ന് പറയുന്നത് മീനിങ് ഫുൾ ഡാറ്റയാണ്. ഓക്കെ, നമ്മൾ ഡാറ്റയിൽ നിന്ന് മാനിപ്പുലേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഇൻഫർമേഷൻ കിട്ടുന്നത്. അത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ജസ്റ്റ് വേർഡ് തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് ഓർത്ത് വെക്കാം. കൂടാതെ ഈ സ്റ്റെപ്സ് ഡാറ്റ ക്യാപ്ചറിങ്, ഇൻപുട്ട്, പ്രോസസ്സിംഗ്, സ്റ്റോറേജ്, ഔട്ട്പുട്ട്, ഡിസ്ട്രിബ്യൂഷൻ, ഇതിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന്. ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുന്ന ഡാറ്റയാണ് ഇൻപുട്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് കമ്പ്യൂട്ടർ വേണമെങ്കിൽ പ്രോസസ്സ് ചെയ്യാം ആ ടൈമിൽ തന്നെ, അല്ലെങ്കിൽ ആ ഇൻപുട്ട് സ്റ്റോറേജ് ഏരിയയിലേക്ക് സ്റ്റോർ ചെയ്യാം. കാരണം ഫ്യൂച്ചറിൽ വേറെ ഏതെങ്കിലും ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാം. ഫ്യൂച്ചറിലാണ് നമ്മൾ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നതെങ്കിൽ സ്റ്റോറേജ് ഏരിയയിൽ സ്റ്റോർ ചെയ്യാം. അപ്പോൾ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ ആ ഇൻപുട്ടിൽ നടത്തുന്ന ഓപ്പറേഷൻസ് ആണ്. ഏത് കാൽക്കുലേഷൻ ആവാം,
കമ്പാരിഷൻ, സോർട്ടിങ് അങ്ങനെയുള്ള ഓപ്പറേഷൻസ് ആണ് പ്രോസസ്സിംഗ് വരുന്നത്. പ്രോസസ്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കിട്ടുന്ന ഡീറ്റെയിൽസും സ്റ്റോറേജ് ഏരിയയിലേക്ക് സ്റ്റോർ ചെയ്യാം. എന്നിട്ട് വീണ്ടും പിന്നെയാണ് നമുക്ക് ആവശ്യമുള്ള സമയത്ത് വീണ്ടും പ്രോസസ്സ് ചെയ്യാൻ വേണേൽ എടുക്കാം. അതിന് വേണ്ടിയിട്ടാണ് പിന്നീടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഡാറ്റ എന്ത് ചെയ്യുന്നത്, കമ്പ്യൂട്ടറിന്റെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ അതാണ് സ്റ്റോറേജ് ഏരിയ എന്ന് പറയുന്നത്. പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് ഇതിലാണ് എല്ലാ ഓപ്പറേഷൻസും പെർഫോം ചെയ്യുന്നത്. ആ ഓപ്പറേഷൻസ് ഒക്കെ പെർഫോം ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ഈ ഇൻഫർമേഷൻ ആണ്, അതായത് ഔട്ട്പുട്ട് യൂണിറ്റ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഇൻഫർമേഷൻ നൽകുന്നത്. ആ കിട്ടിയ ഇൻഫർമേഷൻ നമുക്ക് എന്ത് ചെയ്യാം, ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടിയിട്ട് വീണ്ടും സ്റ്റോർ ചെയ്യാം. കാരണം വേറെ എവിടെയെങ്കിലും നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ഇവിടെ പറയുന്നത്. The output may be stored for future reference. It may be used for generating some other information in another context. Okay. കൂടാതെ അതിനുശേഷം ഔട്ട്പുട്ട് എന്ത് ചെയ്യാം, പിന്നെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞ ഒരു സ്റ്റെപ്പ് വരും. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ the information obtained from the output stage is distributed to the beneficiaries. They take decisions or solve problem according to the information. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം, ബെനിഫിഷ്യറിലേക്ക് നമുക്ക് കിട്ടിയ ഔട്ട്പുട്ട് എന്ത് ചെയ്യാം, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അപ്പോൾ ആ കിട്ടിയ ഇൻഫർമേഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങളാണ് ഈ ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുന്ന ഒരു ഘട്ടത്തിൽ തന്നെ നടക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കമ്പ്യൂട്ടറിന്റെ ഫങ്ഷണൽ യൂണിറ്റ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഏതൊക്കെയാണ് ഫങ്ഷണൽ യൂണിറ്റ്സ്, അതെല്ലാം കൂടി കോപ്പറേറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു സ്പെസിഫൈഡ് ടാസ്ക് ചെയ്യാം, അതിനെ പറ്റിയാണ് പഠിക്കുന്നത്. ഓരോ കോമ്പണൻസ് ഏതൊക്കെയാണ്, ഓരോ കോമ്പണൻസും ഇൻപുട്ട് യൂണിറ്റ് ഏതാണ്, ഔട്ട്പുട്ട് യൂണിറ്റ് ഏതൊക്കെയാണ്, ഓരോ ഇൻപുട്ട് യൂണിറ്റ് എങ്ങനെ പ്രവർത്തിക്കുന്നു, അതിന്റെ വർക്കിംഗ് ഒക്കെയാണ് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. Okay, thank you for watching.